യൂറോപ്പിൽ ബാൻ ചെയ്തൊരു കെമിക്കൽ ഇന്ത്യയിൽ രത്നഗിരിയിൽ ലീഗലായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പോവുകയാണ്. അത് പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടി. ഇറ്റലിയിലുള്ള മിഥേനി എന്ന് പറയുന്ന ഒരു ഫാക്ടറിയിലായിരുന്നു PFAS പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. തുടർന്ന് അവിടെയുള്ള സമീപവാസികൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരികയും ഇത് ഗവൺമെന്റ് ഇടപെട്ട് ഫാക്ടറി പൂട്ടുകയും ചെയ്തു. അതിനുശേഷം ഈ ഫാക്ടറിയിലുള്ള മെഷീൻസ് എല്ലാം ലേലത്തിൽ വെക്കുകയും അത് മേടിച്ചിരിക്കുന്നത് ഇന്ത്യയിലുള്ള ഒരു കമ്പനിയാണ് ലക്ഷ്മി ഓർഗാനിക്സ്. സോ ഈ വരുന്ന ഉപകരണങ്ങളെല്ലാം വരാൻ പോകുന്നത് മഹാരാഷ്ട്രയിലാണ്, രത്നഗിരിയിൽ. അവിടെ ഇവർ പുതിയൊരു ഫാക്ടറി തുടങ്ങാൻ പോവുകയാണ്. ഇനി വരാൻ പോകുന്ന പ്രോബ്ലംസ് എന്താണെന്ന് നമുക്ക് അറിയില്ല. കാരണം PFAS എന്ന് പറയുന്നത് ഒരു ഫോറെവർ കെമിക്കലാണ്. ഒരിക്കലും അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് നശിപ്പിക്കാൻ പറ്റില്ല. മണ്ണിലായിക്കോട്ടെ, വെള്ളത്തിലായിക്കോട്ടെ, മനുഷ്യ ശരീരത്തിൽ എവിടെ കലർന്നാലും അതിനൊരിക്കലും നമുക്ക് കൊല്ലാൻ കഴിയില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കെമിക്കലാണത്. സോ ഇതെന്തായാലും നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. കാരണം ഇപ്പൊ രത്നഗിരിയിൽ വന്നു എന്ന് വെച്ച് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഇന്ത്യയിലേക്ക് അതൊക്കെ സ്പ്രെഡ് ആവാൻ വലിയ താമസമൊന്നും വേണ്ട. ഭോപ്പാൽ ദുരന്തം നമ്മൾ എല്ലാവരും ഫേസ് ചെയ്തതാണ്. അതിനേക്കാൾ വലിയൊരു മഹാദുരന്തമായിരിക്കും ഇനി വരാൻ പോകുന്നത്. സോ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക. അതൊരു അവയർനെസ് എല്ലാവർക്കും ഉണ്ടാവുക. അത് കണ്ടിട്ടാണെങ്കിലും അതോറിറ്റീസ് ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കുമെന്ന് വിചാരിക്കാം. പിന്നെ ഇന്ത്യയിൽ ഈ PFAS ഉണ്ടാക്കുന്നതിനെതിരെ ഒരു റൂൾസോ റെഗുലേഷൻസോ ഒന്നും തന്നെ ഇല്ല. സോ അവർക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ചെയ്താലേ ഭാവിയിലേക്ക് അത് പ്രയോജനമാവുകയുള്ളൂ.